എക്സ്ക്യൂസ് ഇല്ല. എന്താ പറയാ, കോൺട്രാക്ടറോട് ഇവിടെ വരാൻ പറയാം, PWDന്റെ AIനോട് ഇവിടെ വരാൻ പറയാം. എന്നിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഞങ്ങൾ മുമ്പിൽ എന്ത് തീർക്കണം? ഇല്ലാതെ ഓരോ പെരി പോയി തല്ലു, ഒരു സംശയപ്പെടാം. കാരണം അത്രമാത്രം ക്ഷമിച്ചിക്കണ്. വിളിച്ചു വന്നല്ലേ ഒരു ചട്ടി ഇവിടെ ഒരു ചട്ടി പണ്ടിട്ടാ തല്ലു, പറഞ്ഞ തല്ലു, അന്നേരം മുസ്ലിം തല്ലു. പല പടക്കാരോട് ഈ ചെക്കന്മാരാണ് കഴിഞ്ഞ ജൂലൈ വേണ്ട പോലെ അത് ചെയ്യുള്ളൂ. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ മാസങ്ങളായി നന്നാക്കാതെ കിടന്ന റോഡ് മണിക്കൂറുകൾക്കുള്ളിൽ നന്നാക്കി. ചെമ്മാട് കക്കാട് റോഡിൽ തിരുരങ്ങാടി PSMO കോളേജിന് സമീപം കക്കാട് തൂക്കുമരം ഭാഗത്തെ റോഡാണ് നന്നാക്കിയത്. തിരുരങ്ങാടി നഗരസഭയുടെ ശുദ്ധജല പദ്ധതിക്ക് പൈപ്പിടാൻ മാസങ്ങൾക്ക് മുൻപ് റോഡ് കീറിയത്. പൈപ്പിട്ടാൽ ഉടനെ തന്നെ റോഡ് നന്നാക്കാമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കിയില്ല. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നം പറഞ്ഞ് നീണ്ടുപോയി. PSMO കോളേജിന്റെ കക്കാട് ഭാഗത്തേക്കുള്ള ഇറക്കത്തിലാണ് ഏറ്റവും അപകടകരമായ രീതിയിൽ റോഡ് തകർന്നത്. റോഡ് കീറിയ ഭാഗത്തു നിന്നും മണ്ണും കല്ലും റോഡിലേക്ക് പരന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. കക്കാട് പരപ്പനങ്ങാടി റൂട്ടിൽ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. വാർഡ് കൗൺസിലറും മറ്റും പരാതി പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് റോഡ് കീറിയ ഭാഗത്ത് മെറ്റലിട്ടു. മഴ പെയ്യുമ്പോൾ മെറ്റലും റോഡിലേക്ക് പരന്ന് അപകടങ്ങളുണ്ടായി. പൈപ്പിടാൻ കീറിയ ഭാഗത്ത് വലിയ കുഴിയും റോഡിൽ മെറ്റലുമായതോടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പ്രശ്നം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് PMA സമീർ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ ബന്ധപ്പെടുകയും ഉടൻ നന്നാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ MLAയുടെ ആവശ്യത്തിനും പുല്ലുവിലയായിരുന്നു. ഇന്നലെ റോഡ് കൂടുതൽ അപകടകരമായ അവസ്ഥയായതോടെ വാർഡ് കൗൺസിലർ KT ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ട് ചർച്ചയ്ക്ക് വിളിച്ചതോടെ ഉപരോധം അവസാനിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് AEയും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നന്നാക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പണി ഇന്നു തന്നെ തുടങ്ങാമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നു. ഇല്ലെങ്കിൽ വൈകിട്ട് വീണ്ടും ഉപരോധം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. മന്ത്രിയുടെ ഓഫീസിലേക്കാണ് പറഞ്ഞത്. MLA നേരിട്ട് വന്നാണ്ട് ഇവിടെ കണ്ടിട്ട് വിളിച്ചു. എന്നിട്ടും ഈ മനുഷ്യത് ചെയ്യൂല എന്നുള്ള വാശി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നിങ്ങൾ വന്നു, നിങ്ങൾ ആൾക്കാരുടെ അടിച്ചേരിയിട്ട് ആ കുഴിയിൽ കൊണ്ടുപോയിടുക, നിങ്ങൾ പോവുക, ഇവർ പോവുക. ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഇന്നിതിന് വേണ്ടി വന്നാണ്. ഇനി നിങ്ങൾ ഈ പണി ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെ കിടക്കും, അരമണിക്കൂർ കൂടി സമയം എടുത്ത് തരും. ഞാൻ CPM ഇവിടെ ഉണ്ട്, ലീഗുകാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ കാര്യത്തിലില്ല. അവരും പരമാവധി ശ്രമിച്ചിരുന്ന, ഞങ്ങളും പരമാവധി ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്യൂല എന്ന് വാശി പിടിക്കണം. അതുകൊണ്ട് ഇത് 250 കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണിത്. ഈ അറക്കത്തുനിന്ന് ഇതിപ്പോ ഇവിടെ നിങ്ങൾ അടിച്ചേരാത്ത സ്ഥലങ്ങൾ കണ്ടാളി. ആ ബോളറിലേക്ക് അവിടുത്തെ സ്പീഡിൽ വരുന്ന ഒരു ബൈക്ക് ബ്രേക്ക് പിടിച്ചാൽ എന്താ സംഭവിക്കുക? വീടിന്ന് ഉറപ്പല്ലേ? ദിവസം വീണുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി മരിച്ചാൽ, തലടിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ കയ്യോ കാലോ പോയാൽ ഇയാൾ നഷ്ടപരിഹാരം കൊടുത്തോ ആ കുടുംബത്തിന്? എത്ര ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. ഞങ്ങൾ പറഞ്ഞു മടുത്ത്, ജനങ്ങളെ മുമ്പിൽ നാണം കെട്ട് മടുത്ത് ഞങ്ങൾക്ക് പറയാൻ ബാക്കില്ല. അതുകൊണ്ട് ഈ മനുഷ്യനെ 85 വയസ്സായ രോഗിയാണ് മനുഷ്യന്. അയാളെ വീട്ടിലേക്ക് ഒരു ബൈക്ക് കിടക്കുവോ? ഇത് ഈ ഇപ്പുറത്തെ വീട്, അയാളെ വീട്ടിലേക്ക് ഒരു ബൈക്ക് കിടക്കുവോ? എന്നിട്ട് നിങ്ങൾ രണ്ടാൾക്കാർ വരിക, എന്നിട്ട് കോരിയായിട്ട് അതിലേക്ക് മണ്ണിട്ടാണ്ട് റോട്ട് മൊത്തം നീക്കിയിട്ട് അവര് പോവുക. ഈ തമ്മാടിത്തം നടക്കൂല. ഞങ്ങൾ ഇവിടെ കിടക്കും, അരമണിക്കൂർ കൂടി ഞങ്ങൾക്ക് സമയം തരും. ഒറ്റ ഡിമാൻഡ് ഞങ്ങൾക്കുള്ളൂ. 6 മുതൽ കക്കാട് വരെകളെല്ലാം വർക്കിട്ടുള്ളത് ഈ സാധനം ഇന്നും നാളെ ഇത് തീർക്കണം. അതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ജാമ്യം എടുക്കൂല, ഞങ്ങൾ ജയിലിൽ പോകും. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയുള്ളത് അറിഞ്ഞാൽ മതി. ഇതോടെ ഉച്ചയോടെ റോഡ് കോൺക്രീറ്റ് പണി തുടങ്ങി. നാളത്തോടെ പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകി. തിരുരങ്ങാടി PSMO കോളേജ് മുതൽ കക്കാട് വരെയാണ് നന്നാക്കുക. പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാറുകാരന്റെയും അലംഭാവമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് വാർഡ് കൗൺസിലർ KT ഷാഹുൽ ഹമീദ് പറഞ്ഞു. റോഡ് പ്രവൃത്തി ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ നഗരസഭ 73 ലക്ഷം രൂപ മരാമത്ത് വകുപ്പിൽ അടച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. തിരുരങ്ങാടിയിൽ പല ഭാഗത്തും പൈപ്പിടാൻ റോഡ് കയറിയത് നന്നാക്കാതെ കിടക്കുകയാണ്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഷാഹുൽ ഹമീദ്, PK ഷമീം, റഹീം, മുജീബ്,
മുജീബ്, ഇസ്ഹാഖ് കാരാടൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് പാറയ്ക്കൽ, CPM ഏരിയ കമ്മിറ്റി അംഗം കെ രാമദാസ് മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.